ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക ആക്രമണങ്ങൾക്കിടെ തെക്കൻ ലെബനനിലെ പുരാതനമായ ഒരു ക്രൈസ്തവ ആശ്രമവും കന്യാസ്ത്രീകൾ നടത്തിയിരുന്ന സ്കൂളും ഇസ്രായേൽ സൈന്യം തകർത്തു. തെക്കൻ ലെബനനിലെ അതിർത്തി ഗ്രാമമായ ആൽമ അൽ ഷാബിൽ സ്ഥിതി ചെയ്യുന്ന വിൽ സ്കൂൾ, സെന്റ് ലിയോൺ ആശ്രമം എന്നിവയാണ് തകർക്കപ്പെട്ടത്. മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിലും ഷെല്ലാക്രമണത്തിലുമാണ് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പതിറ്റാണ്ടുകളായി പ്രദേശത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്ന സ്ഥാപനമായിരുന്നു ഇത്. യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് കന്യാസ്ത്രീകളും വിദ്യാർത്ഥികളും നേരത്തെ തന്നെ ഇവിടെ നിന്ന് മാറിയിരുന്നു. യുദ്ധവുമായി ബന്ധമില്ലാത്ത സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ലെബനൻ അധികൃതർ ആരോപിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ഈ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും 10,000-കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ ഭൂരിപക്ഷ ഗ്രാമമായ ആൽമ അൽ ഷാബിലെ കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഇസ്രായേൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ഹബ്ബൂഷ് നഗരവാസികളോട് നഗരത്തിൽ നിന്ന് കുറഞ്ഞത് 1 കിലോമീറ്ററെങ്കിലും മാറി നിൽക്കുവാൻ ഇസ്രായേൽ സൈനിക വക്താവ് കേണൽ അവിച്ചായ് അദ്രി നിർദ്ദേശിച്ചു. ഹിസ്ബുള്ളയുടെ കരാർ ലംഘനങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുവാൻ സൈന്യം നിർബന്ധിതരായിരിക്കുകയാണെന്നും ജനങ്ങളെ ഉപദ്രവിക്കുവാൻ ഉദ്ദേശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തെക്കൻ ലെബനനിലെ 40-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായും ഇസ്രായേൽ വ്യക്തമാക്കി.